Hello everyone, let's do crochet. Yes, so basically crochet ചെയ്യാൻ വേണ്ടത് രണ്ട് സാധനങ്ങളാണ്. ഒരു യാൺ, ഇതാണ് യാൺ, പിന്നെ ഹൂക്ക്. ഇതാണ് നമ്മളുടെ ഹൂക്കിൻ്റെ സൈസ് 3 ആണ്. കാണുന്നുണ്ടോ? സൈസ് 3 ആണ്. ഇതാണ് സൈസ്. ഓക്കെ, അക്രിലിക് യാണാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സൈസ് 3 ആയാലും കുഴപ്പമില്ല, 4 ആയാലും കുഴപ്പമില്ല. ഇത് രണ്ടും കംഫർട്ടബിൾ സൂട്ടബിളാണ്. അക്രിലിക് യാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും സൂട്ടബിളാണ്. ഇനി ഇതാണ് നമ്മളുടെ യാൺ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ക്രോഷേ ചെയ്യുമ്പോൾ ഫസ്റ്റ് വേണ്ടത് ഒരു കെട്ടാണ്. ആ കെട്ടിൻ്റെ പേരാണ് സ്ലിപ്പ് നോട്ട്. അപ്പോൾ സ്ലിപ്പ് നോട്ട് ചെയ്യാൻ ഈ ഒരു എൻഡ് പോർഷൻ കണ്ടോ, ഈ ഒരു എൻഡ് പോർഷൻ നമ്മൾ ടെയിലെന്ന് പറയും. അപ്പോൾ ടെയിലിലാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം, അതായത് നമ്മളുടെ യാൺ കുറേ ഉള്ള ഭാഗം, അവിടെ നമ്മൾ ക്രോഷേ ചെയ്ത് പോകും. അപ്പോൾ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഹാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യും, പിന്നെ ഹൂക്ക് യൂസ് ചെയ്തിട്ടും ചെയ്യും. ഞാൻ ഹാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ടെയിൽ പിടിച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഫോം ചെയ്യാം. ഓക്കെ, ഇതുപോലെ റൗണ്ട് ഫോം ചെയ്യാം. എന്നിട്ട് ആ ഒരു കൂട്ടിമുട്ടുന്ന ഒരു ഭാഗമില്ലേ, അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹോൾഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ റെഡി ആവില്ല. എന്നിട്ട് നമ്മൾ ടെയിലല്ല, ആ ഒരു അതർ സൈഡിന് നമ്മൾ റൗണ്ടിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇതുപോലെ വലിച്ചെടുക്കുന്നത് ടെയിലാണ് പിടിച്ച് വലിക്കേണ്ടത്, മറ്റേ സൈഡല്ല. അന്നേരം ഒന്നും നടക്കില്ല. ടെയിൽ പിടിച്ച് വലിച്ചാലേ ആ ഒരു നോട്ട് റെഡി ആവുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ടെയിൽ വെച്ചിട്ട് ടെയിൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ഫോം ചെയ്യാം. ഇതുപോലെ റൗണ്ട് ഫോം ചെയ്യാം. എന്നിട്ട് ഹോൾഡ് ദെയർ ടൈറ്റ്ലി. ഓക്കെ, ഇങ്ങനെ ഇതുപോലെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ടിലൂടെ പുറത്തേക്ക് എടുക്കുക. പുറത്തെടുത്തിട്ട് ടെയിൽ പിടിച്ച് വലിക്കണം. ഈ ടെയിൽ പിടിക്കുക, വലിക്കുക. അപ്പോൾ നോട്ട് റെഡി. ഈ ഒരു പോർഷന് ലൂപ്പ് എന്ന് പറയും കേട്ടോ. ഈ ഒരു റൗണ്ട് ഫോം ചെയ്തല്ല, അതിന് ലൂപ്പ് എന്നാണ് പറയാം. ഇനി നമുക്ക് ഹൂക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ടെയിൽ പിടിക്കുക. ടെയിൽ നമ്മളുടെ മിഡിൽ ഫിംഗറും തമ്പ് യൂസ് ചെയ്ത് ടെയിൽ നല്ലോണം പിടിക്കുക. എന്നിട്ട് ഇൻഡെക്സ് ഫിംഗറിൻ്റെ മുകളിൽ ഒരു ക്രോസ് ഫോം ചെയ്യാം. ഇതുപോലെ ക്രോസ് ഫോം ചെയ്യാം. റെഡി. എന്നിട്ട് ഹൂക്ക് എടുക്കുക. ഫസ്റ്റ് യാണിലൂടെ കയറ്റി സെക്കൻഡ് യാണിനെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. സെക്കൻഡ് യാണ് ഇങ്ങനെ പുറത്തെടുക്കുക, വലിക്കുമ്പോൾ ടെയിലാണ് വലിക്കേണ്ടത്. ടെയിൽ വലിച്ചാലേ നോട്ട് റെഡി ആവുള്ളൂ. എന്നിട്ട് നമ്മൾ ലൂപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ഈ ഒരു ഹൂക്കിനനുസരിച്ച് ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഇൻഡെക്സ് ഫിംഗറിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രോസ് ഫോം ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് യാണിലൂടെ കയറ്റി സെക്കൻഡ് യാണിനെയാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. സെക്കൻഡ് യാണിനെ ഇതുപോലെ പുറത്തെടുക്കുക. വലിക്കുക. അപ്പോൾ ഇൻ കേസ് ഇതുപോലെ വലുതായിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ പിടിച്ചാൽ മതി. ഞാൻ എൻ്റെ ലൂപ്പ് പിടിച്ചിട്ട് വലിച്ചാലും മതി. എന്നിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൈസ്. അപ്പോൾ സ്ലിപ്പ് നോട്ട് റെഡി. എന്നിട്ട് നമ്മളുടെ ലൂപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലൂപ്പ് ഒരിക്കലും ടൈറ്റ് ആവാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല. നമ്മളുടെ അതിനൊരു നീങ്ങാനുള്ള ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാവണം, ഈ ഒരു ഹൂക്കിന് നീങ്ങാനുള്ള. അപ്പം സ്ലിപ്പ് നോട്ട് റെഡി. ഇനി ഈ ഒരു ടെയിലിൻ്റെ ആവശ്യമില്ല, ലീവ് ഇറ്റ്. നൗ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡിലാണ് യാൺ ഹോൾഡ് ചെയ്യുന്നത്. യാൺ എങ്ങനെ ഹോൾഡ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. റൈറ്റ് ഹാൻഡിലാണ് ഹൂക്ക് അപ്പോൾ പിടിക്കേണ്ടത്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡിനെ നമ്മൾ യാൺ പിടിക്കും. ഓക്കെ, ഇനി ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ 4 ഫിംഗേഴ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 4 ഫിംഗേഴ്സിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതൊന്ന്, ഇത് രണ്ടും കൂടി ഒന്ന്, ഇതൊന്ന്, അങ്ങനെ 3 പോർഷൻസ്. ഓക്കെ, ഇനി നമ്മളുടെ ആ ഒരു ബേബി ഫിംഗർ ഉണ്ടല്ലോ, ബേബി ഫിംഗറിൻ്റെ ഉള്ളിൽ ടെയിൽ പോർഷൻ അല്ല, ആ ഒരു മറ്റേ പോർഷൻ ബേബി ഫിംഗറിൻ്റെ ഉള്ളിലൂടെ കയറ്റി നമ്മളുടെ സെക്കൻഡ് പോർഷനിൽ കയറ്റി തേർഡ് പോർഷൻ, അതായത് ഇൻഡെക്സ് ഫിംഗറിൻ്റെ മുകളിലൂടെ പുറത്തേക്ക് എടുക്കും. ഇങ്ങനെ ഒന്നുകൂടെ നോക്കുക. ബേബി ഫിംഗറിൻ്റെ ഉള്ളിലൂടെ കയറ്റുക. എന്നിട്ട് മിഡിൽ ഫിംഗറും നമ്മളുടെ റിംഗ് ഫിംഗറിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുക്കുക. എന്നിട്ട് ആ ഒരു സ്പേസ്, അതായത് നമ്മളുടെ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഉള്ളിലൂടെ കയറി ഒന്നുകൂടെ മേലിലൂടെ പുറത്തെടുക്കുക. എന്നിട്ട് ഈ ഒരു പോർഷൻ നമ്മളെ മിഡിൽ ഫിംഗറും തമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയില്ല, ആ നോട്ടിനെ പിടിക്കണം. ഓക്കെ, ആ നോട്ടിനെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളുടെ ഹൂക്കും
യാണും പാരലാക്കി വെക്കുക, ഇതുപോലെ പാരലാക്കി വെക്കുക. എന്നിട്ട് നമ്മളുടെ ഹൂക്കിനെ ഇങ്ങനെ ഒന്ന് ചൊറച്ചെടുക്കുക. ഈ ഒരു ചൊറച്ചെടുക്കുന്നതിൻ്റെ പേരാണ് യാൺ ഓവർ. ഓക്കെ, ഇങ്ങനെ യാൺ ഓവർ ചെയ്യും, ഇതുപോലെ യാൺ ഓവർ ചെയ്യും. ഓക്കെ, ചൊറച്ചെടുത്ത് എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഹൂക്ക് ഉണ്ടല്ലോ, ഈ ഹൂക്കിനെ ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കുക. മെല്ലെ ടേൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമുക്കതിനെ വലിച്ചെടുക്കാൻ വളരെ ഈസി. ഇതുപോലെ വലിച്ച് പുറത്തെടുക്കുക ഇങ്ങനെ. ഓക്കെ, സോ വി മേഡ് ദ ഫസ്റ്റ് ചെയിൻ. ഇഫ് യു ഡിഡ് ഇറ്റ്, കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമുക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ സാരമില്ല, ഒന്നുകൂടെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതുപോലെ പാരലാക്കി വെക്കുക. എന്നിട്ട് നമ്മളുടെ ഹൂക്കിനെ യാണിൻ്റെ മുകളിലൂടെ കയറ്റി ചൊറച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചൊറച്ചെടുക്കുക. നമ്മളുടെ ഹൂക്കിനെ തിരിച്ച് പിടിച്ചിട്ട് വലിച്ചെടുക്കുക ഇങ്ങനെ. ഇതുപോലെ വലിച്ചെടുക്കുക, ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ചെയിൻ, ഇതിനാണ് ചെയിൻ എന്ന് പറയാം. ഒന്നും കൂടെ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോ ചെയിൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ താഴത്തെ ചെയിൻ ഉണ്ടല്ലോ, അതിനെ നല്ലോണം ഹോൾഡ് ചെയ്യണം കേട്ടോ, എന്നാൽ വളരെ ഈസി ആയിരിക്കും. ബിഗിനേഴ്സിനൊക്കെ അതാണ് ഏറ്റവും കംഫർട്ടബിൾ. എന്താ പറയുക, കുറച്ച് നല്ല പ്രാക്ടീസൊക്കെ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, യു ഡോണ്ട് ഹാവ് ടു ഹോൾഡ് ഇറ്റ്. പിന്നെ എപ്പോഴും ഈ ഒരു ഹൂക്കിന് ഇങ്ങനെ നീങ്ങാനുള്ള ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അധികം ടൈറ്റ് ആക്കാൻ പാടില്ല. എന്നിട്ട് ഇതുപോലെ ചൊറച്ചെടുക്കുക, പാരലാക്കി വെക്കുക, യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഹൂക്കിനെ ഒന്ന് ടേൺ ചെയ്യുക. എന്നിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെയാണ് ചെയിൻ ഉണ്ടാക്കുക. ഇപ്പം ഐ മെയ്ഡ് ലൈക്ക് 1 2 3 4 5, ഐ തിങ്ക് 5 ചെയിൻസ് ഉണ്ടാക്കി. ഇങ്ങനെ നമുക്കൊന്ന് സ്പീഡിൽ ചെയ്ത് നോക്കാം അല്ലേ. ഇങ്ങനെ എപ്പോഴും താഴെ വരുന്ന ചെയിൻ ഉണ്ടല്ലോ, അതിനെ ഹോൾഡ് ചെയ്യണം കേട്ടോ. അതിനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ വൃത്തി ഉണ്ടാവില്ല. നല്ല വൃത്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ താഴെയുള്ള ചെയിനിനെ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. ഓക്കെ, സോ വി മെയ്ഡ് ദ ചെയിൻ. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.